ഹലോ വ്യൂവേഴ്സ്, ഇത് ഞാൻ ഹരിത ബയോ പാർക്ക് എറണാകുളത്തുനിന്ന് ഞാൻ വാങ്ങി നട്ട വിത്താട്ടോ ഇത്. ആ വിത്ത് കിളുത്തതാണ് ഈ കാണുന്നത്. ഈ ഫസ്റ്റ് റാക്കിൽ ഫുള്ള് ഞാൻ വഴുതനയുടെ തൈയായിരുന്നു വെച്ചിരുന്നത്, വഴുതനയുടെ വിത്തായിരുന്നു വെച്ചിരുന്നത്. അതിലിതാ ഈ ഒരു വിത്ത് മാത്രമേ കിളുത്തുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കിളുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ഈ രണ്ടാമത്തെ ഇതിൽ നട്ടത് മുഴുവൻ കുറ്റി ബീൻസിൻ്റെ വിത്തായിരുന്നു കേട്ടോ. ഹൈബ്രിഡ് വിത്താണ്. നമ്മളിവിടെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, മണ്ണിലേക്ക് മാറ്റി നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. എൻ്റെ കയ്യിലൊതുങ്ങുന്ന, എൻ്റെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ഞാൻ ഇത് വളർത്തിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പച്ചക്കറിക്കൊക്കെ എന്നാ ഒരു വിലയാണ്. അപ്പം സ്വന്തമായിട്ട് നമ്മളിതുപോലെ കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് പറിച്ച് കറി വെക്കുന്നതിനൊരു സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇത് തക്കാളി കേട്ടോ, മഞ്ഞ തക്കാളി. എന്താണെന്നറിയില്ല, എനിക്ക് അതിൻ്റെ അവർ കാറ്റലോഗ് ഇട്ട് തന്നപ്പോൾ അതിൽ മഞ്ഞ തക്കാളി, തക്കാളി കണ്ടപ്പോൾ എനിക്കത് വീട്ടിലൊന്ന് വെച്ചാൽ കൊള്ളാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മണ്ണിലേക്ക് ഇത് ഞാൻ സപ്ലൈകോയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ട്രേ, ഇത് മുട്ട വയ്ക്കുന്ന ട്രേ. പക്ഷെ ഇത് ഇങ്ങനെ തിരിച്ചിട്ടാണ്, ഏത് രീതിയിലേക്ക് മറിച്ചിട്ട് തിരിച്ചിട്ടാണ് വയ്ക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. രണ്ട് സൈഡ് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം ഒരേപോലെയൊക്കെയാണ് കുഴിയുടെ അളവ് തോന്നിയത്. അമ്മ വന്നിട്ട്, നീ എന്നാടി മന്ദബുദ്ധിയാണോ, ഇങ്ങനെയാണോ നടന്നേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാൻ അപ്പോഴേക്കും ഇതെല്ലാം മണ്ണ് നിറച്ച് വിത്തെല്ലാം പാകിയായിരുന്നു. പിന്നെ തിരിച്ച് കൊട്ടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവം സപ്ലൈകോയിൽ നിന്ന് മുട്ട വാങ്ങിക്കുന്ന സംഭവത്തിൽ അത് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതല്ല, അവരോട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ തൈ നട്ടത്. ഇത് മഞ്ഞ തക്കാളി തൈയാണ്. പിന്നെ ഈ റാക്കിൽ നട്ടതും മഞ്ഞ തക്കാളി തന്നെയായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല കേട്ടോ. കിളുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. ചിലപ്പോൾ കിളുക്കുമായിരിക്കും. അയ്യോ, അതിലൊന്നാടെ മറിഞ്ഞടിച്ച് വീണു കേട്ടോ. അയ്യോ, അതിന് എന്ത് ചെയ്യുന്നറിയില്ല, മറിഞ്ഞടിച്ച് വീണത് പോയി. അതിന് കിളുക്കില്ലായിരിക്കും. പിന്നെ ബാക്കി ഒക്കെ അങ്ങനെ ഹരിത ബയോ പാർക്കുകാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓടിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ പൊട്ട രീതിയിലൊക്കെ നട്ട് വെക്കുന്നതൊക്കെ അവർ ആദ്യമായിട്ട് കാണുമായിരിക്കും. പിന്നെ ഇതൊരു 2 ഇലയും കൂടെ വന്നിട്ട് മാറ്റി നടാമെന്നുള്ള വിചാരത്തിലാണ് ഞാനിതിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ഇതൊക്കെ ഞങ്ങളുടെ ഈ ചാനൽ ഞങ്ങൾ പണ്ടേ വിട്ടതായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെതാ ഇത് ബിസ്ക്കറ്റ് ദക്ഷയ്ക്ക് ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ കിട്ടിയ കവറാട്ടോ. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഇത് ഞാൻ വെറുതെ കളയണ്ട. ഇതിലും 2 സാധനങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട്. മുളയ്ക്കുവാണെങ്കിൽ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ അതങ്ങനെ പോട്ടെ. അപ്പോൾ ഇതാണ് ഇന്നെൻ്റെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ കൃഷിക്കാർക്കൊക്കെ ഞാൻ കുറച്ച് പേരുടെയൊക്കെ വീഡിയോ കാണാറുണ്ട്. ഫാമിറ്റിൻ്റെയും പിന്നെ ബിൻസി ചേച്ചിയുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ